Breaking news. The leading rubber duck factory has gone bankrupt and their factory is available for free. Call in now to claim this building before anyone else. This is Bletsy Nation 447 signing off. ഹലോ ഗൈസ്, ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എന്തോ സിനിമാറ്റിക്സ് കാണിച്ചു, എന്നാൽ പിന്നെ ഞാനത് കൂടെ ആഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഗെയിമെന്ന് പറഞ്ഞുകൂടാ, താറാവിനെ വെക്കാനാണ് കാണിച്ചത്. അതായിരിക്കും കിടക്കുന്നത്. ആ അല്ല, ഓ ഇവർക്ക് ഞാൻ താറാവിനെ വെക്കണം എന്ന് തോന്നുന്നു കേട്ടോ. വർക്ക് മീൻസ് ടൈക്കോൺ. ഐ തിങ്ക് ഇത് ടൈക്കോണാണ്. കാശുണ്ടാക്കുക, പുതിയത് വാങ്ങിക്കുക. അപ്പോൾ എല്ലാവരും വന്നേക്കന്നെ ലൈക്കൊക്കെ അടിക്കുക. എന്താ സംഭവം? ഓ ഇതിട്ട് കൊടുക്കണ ആരെയും നീന്തി കളിക്കുന്നു വേണം. ആർ യു ട്രൈങ് ടു സെൽ മീ നത്തിങ്? അയ്യോ നോക്കിയേട്ടാ. ഓ നമ്മളിവിടേക്ക് റബ്ബർ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, ഒരെണ്ണം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? മോൾഡ് പണിയെടുക്കണല്ലേ ഇത്. ആ അത് പോട്ടെ, അത് പോട്ടെ. ഓ അത് അവിടെ എത്തുമ്പോൾ റബ്ബർ ഡെക്ക് ആവും. റബ്ബർ ഡെക്കിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കളക്ട് ചെയ്ത് ഓ വൺ ചീപ്പ് ഡെക്കുന്ന്. ഓക്കെ, അത് ഇവന്മാർക്ക് വെക്കണം. ഇവിടെ വന്നിട്ട് എടാ, ഓ ഈ ബോട്ടിൽ നിന്ന് വീണവന്മാർക്കാണല്ലേ. ഡൂഡ് ഐ ഡോണ്ട് വാണ്ട് യുവർ റബ്ബർ ഡെക്ക്. റബ്ബർ ഡെക്ക് ഹിയർ ഈസ് $5. സാധനം വേണ്ടോണ്ട് തന്നെ അവൻ ഇത് വാങ്ങിയല്ലോ. ആ പണിക്കാരനെ നിർത്താൻ പറ്റും, അത് നല്ല കാര്യമാണ്. റബ്ബർ ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂല്ലേ. മോശമായിപ്പോയി. $10 അടുത്ത വർക്കറിന് നിർത്താൻ. ഞാൻ തന്നെ പണിയെടുക്കണം ഫസ്റ്റ്, കുറച്ച് കഴിഞ്ഞാൽ പണിക്കാരനെ നിർത്താം. ഒരു 2 ആവട്ടെ, എന്നിട്ട് കളക്ട് ചെയ്യാം. അടുത്ത വർക്കറിന് അടുത്തുള്ളതാ. 2 വിറ്റ് കഴിഞ്ഞാൽ ഒരു $10 കിട്ടും. ഓ ഒരു സമയത്ത് 1 കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതെന്ത് വർത്താനാണത് ചേച്ചി? എന്നാ ഇതില്ലാത്തവർക്ക് കൊടുക്കണം. $5 കിട്ടി. പ്ലീസ് ഗീവ് മീ മോർ ഡക്സ് പ്ലീസ് പ്ലീസ് എന്ന്. എന്തിനാണ് ശരിക്കും ഒരു താറാവിനെ? കാശില്ല. എന്നാ കൊണ്ടോ. ആ ഇഷ്ടപ്പെട്. അടുത്ത പണിക്കാരൻ $50 വേണമെന്ന്. ആ നട്ടയർ. എന്താ അൺലോക്ക് ഡ്രോൺ സ്റ്റോറേജ്. 20 താറാവുണ്ടെങ്കിൽ ഡെക്കറേറ്റ് എന്ന്. ആ കൊള്ളാലോ. അടുത്തത് 15. അപ്പം 3 താറാവിന് വേണം. മേക്കിംഗ് 3 താറാവ്. ആ പോട്ടെ, അടുത്ത താറാവ് വരട്ടെ. ഒരെണ്ണം കൂടെ. ഓ തീരുമ്പോ ഞാൻ എവിടൊക്കെ സാധനം ഫില്ല് ചെയ്യണത്. ആ ഓ ഇത് കഴിഞ്ഞാലേ അവൻ പണിയെടുക്കുള്ളൂ. അവൻ്റെ അഹങ്കാരം നോക്കണേ. ആ 4 ചീപ്പ് ഡക്സ്. ഓ ഒറ്റടിക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റടിക്ക് വെക്കാം. എന്നാടാ ആ $20 കിട്ടി. നൗ ബൈ എക്സ്പാൻഷൻ. ബൈയിങ് എനിത്തിങ് ദാറ്റ് കോസ്റ്റ് ഡക്കീസ് വിൽ നോട്ട് ടേക്ക് ദം അവേ. എക്സ്പാൻഡ് ചെയ്യാൻ 120 ഡക്കാ. 120 ഡക്കിന് നമ്മൾ വിൽക്കണം എന്നല്ലേ. ഒരു റീസ്റ്റോക്കറിനെ വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അടുത്തത് 50 ലക്ഷം, അല്ലെങ്കിൽ 20 ആക്കിയാൽ മതി. 20 മതി, അതല്ലേ. അപ്പം നമ്മളെ കയ്യിൽ അപ്പോൾ ഒരു 3 കൂടി വിറ്റ് കഴിഞ്ഞാൽ അടുത്ത വർക്കറിനെ വെക്കാം. 120 താറാവിനെ വെക്കണം എന്ന് ഒരു ഇതിനെ വെക്കാൻ. ഓ 2 കളക്ട് ചെയ്ത് അറിയാണ്ട് കൈ തട്ടിപ്പോയി. എന്നാ കൊച്ചേ താറാവ്. അയ്യോ ഇപ്പൊ കൊണ്ടുപോയി എന്നെ ബോട്ട്. അവിടെ റബ്ബർ കഴിഞ്ഞു. 4 ടയർ വെച്ചിട്ടാണ് ഒരു താറാവിനെ ഉണ്ടാക്കുക. സോ ക്രൂവൽ. ആ 1 ബില്യൺ എന്തിനാ? ഓ
ഇപ്പോൾ കിട്ടും 1 ബില്യണൊക്കെ നോക്കിയിരുന്നു. എക്സ്പാൻഡ്. ഓ ഇവിടെ 5 താറാവിനെ എടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലേ. ഇൻഷുറൻസ് ഫ്രോഡ് ഏജന്റാ. വലിയ എന്തോ പ്രശ്നമാണ് കേട്ടോ അവിടെ. നമുക്കൊരു വർക്കറിനെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പണിക്ക് വേണ്ട. അയ്യോ അതിനെ കൊണ്ടുപോയി. ഇനി നമ്മൾ അവിടെ റീസ്റ്റോക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരു 8 എണ്ണം ആയി കഴിഞ്ഞാൽ റീസ്റ്റോക്കറേയും വെക്കാം. പിന്നെ ഈ വഴിക്ക് തിരിഞ്ഞു. അതാരെ പണിക്കാരൻ? ആശാനല്ലത്. ആശാനാണ് കേട്ടോ അവിടുത്തെ പണിക്കാരൻ. രണ്ടെണ്ണായി. പണിയെടുക്കുന്നുണ്ട്. ഫാസ്റ്റ് ഉണ്ട്. തീരുമ്പോൾ ഞാൻ ഇത് തരും. റീബർത്ത് ഉണ്ട് അതിന്. 1 ബില്യണോ? സൂപ്പർ മണി. ഓക്കെ, ഇത് കുറേ പണിയുണ്ട്. കുറേ ഒരെണ്ണം കൂടെ പെട്ടെന്ന് കേട്ടോ. മണി മൾട്ടിപ്ലെയർ 102. 8 എണ്ണം ഉണ്ട്. അത് വേണം ആ റീസ്റ്റോക്കറിനെ കൊണ്ടു കൊടുക്കാം. $41. $1 എക്സ്ട്രാ എന്നല്ല, ടിപ്പാവുമല്ലേ. ഇരുവണ്ണം കയ്യിൽ നിന്ന് പോവില്ല. അടുത്ത 40 താറാവിന് വിറ്റാലാണ് അടുത്ത എക്സ്പെൻഷൻ. കൺവെയർ 2 ഉണ്ട് ഇവിടെ. $60 ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപ ഉണ്ടാക്കും? 12 താറാവിന് വെക്കണ്ടേ ഞാൻ. ടയർ എടാ ഇതാരീ റോക്സി അല്ലേ? എടാ പണിയെടുക്കണ. ഒരു പണിയെടുക്കാണ്ട് നടക്കേ. സ്ലോ മോഷനെ നടക്കുന്ന നോക്കിയേ. അപ്പൊ ഞാൻ ഇട്ടതല്ല ഒന്ന്. എല്ലാം ഞാൻ തന്നെ ഇട്ടല്ല. അവനെ കൊണ്ട് കണ്ടാ വെറുതെ അങ്ങോട്ടോട്ട് നടക്കുന്നത്. ഞാൻ തന്നെ ഫില്ല് ചെയ്യുന്നത്. 6 എണ്ണം കൊടുത്താൽ $30 കിട്ടും. പിന്നെ വല്ല ടിപ്പ് കിട്ടണോ? ആ 31 കിട്ടി കേട്ടോ. $1 ടിപ്പ് കിട്ടി. അവിടെ സാധനം തീർന്ന്. അവിടെ പണി പോലും എടുക്കുന്നില്ല. ഇവനും പണിയെടുക്കുന്നില്ല. വേറെ വല്ല പണിക്കാരന് കേട്ടോ. എന്നോട് എടുക്കുമ്പോഴേ അവിടെ കയറുന്നുണ്ടോ നോക്കട്ടെ കേട്ടാ. 0 ആയി അവിടെ. ഒന്നല്ല ഉണ്ട് കേട്ടാ. പണിയെടുക്കുന്നുണ്ട്. അവൻ പയ്യനെ തെറ്റിദ്ധരിച്ച്. എന്താ വീട്ടിൽ ഓടാനും കാശ് കൊടുക്കണമെന്ന്. ഇതൊരു അവസ്ഥയാണേ. മഴവില്ല്. $60 അടുത്ത കൺവെയർ. ആ എക്സ്പാൻഡും കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഇത് പട്ടിപ്പണിയാണ്. ഇപ്പം ഞാൻ അവിടുന്ന് ടയർ എടുത്ത് ഇവിടെ എത്തിക്കണം. വലിയ പണിയാണേ. ഒരു ടയറും കൂടെ എന്നിട്ട് കാശ്. ചീപ്പ് ഡക്ക് മാറുമായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന താറാവിൻ്റെ വില വേറെ. നോക്കി നോക്കാം നമുക്ക്. ഒരു താറാവിൻ്റെ ആദ്യം ഉണ്ടാക്കി കൊണ്ടെടുത്തോട്ടെ. ഇത് സാൻഡാ കാണില്ല. നോർമൽ ഡക്ക്. ഒരു ഡക്കിന് 41. അത് സെറ്റ്. അപ്പൊ ഇവിടെ എത്രയും പെട്ടെന്ന് പണിക്കാരെ ഫുള്ളാക്കണം. ഇവിടെ പണിക്കാരെ ഫുള്ളാക്കിയതിന് ശേഷം നമുക്ക് നിർത്താം. എടാ റീസ്റ്റോക്കർ ഇവിടെ കൂടെ റീസ്റ്റോക്കട്ടെ. റീസ്റ്റോക്ക് ചെയ്യടാ. വലിയ ഉപകാരം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. 2 താറാവിന് ഇട്ട് കഴിഞ്ഞാൽ $82 കിട്ടും. റീസ്റ്റോക്കറാണ് എൻ്റെ ലക്ഷ്യം. $400 ഫസ്റ്റിനെ റീസ്റ്റോക്കർ എത്തിക്കഴിഞ്ഞാൽ ബാക്കി പണി നമുക്കെടുക്കാം. 2 ടയറും കൂടെ. ഒക്കെ നമ്മളെ ഫ്രണ്ട് ലിസ്റ്റിലെ ആൾക്കാരാട്ടോ അവിടെ പണിക്ക് വരിക. അത് ഏതാ പക്ഷേ ആ മുട്ടാന്ന് എനിക്കറിഞ്ഞൂടാ. ആ രണ്ടാമത്തെ വെക്കുന്ന മുട്ട.
ആരാണത്? അയ്യോ, പൊറോട്ടക്ക് മാവടിക്കുന്ന ഏതാ? താറാവല്ലേ ഉണ്ടാക്കുന്ന? നല്ല കളറ്, കണ്ണൊക്കെ കത്തിയിരിക്കുന്നു. ആ 5 താറാവുണ്ട്. ഇയാളെന്തിനിപ്പം ഇങ്ങോട്ട് കയറിയെന്ന്? എനിക്ക് സ്വന്തം പറമ്പിൽ പണിയെടുത്താൽ പോരെ? ഓക്കെ, കണ്ട വലിയ ആവശ്യമുണ്ട്. അങ്ങോട്ട് നോക്കി, വന്ന് എത്തിച്ച് നോക്കി നോക്കി വല്ലവൻ്റെ പറമ്പിൽ ഒരു കാര്യമില്ല. അങ്ങനെ വന്ന് ഇതാക്കുക തന്നെ. സ്വന്തം പറമ്പിൽ എന്നെക്കാളും വലുതായ നോക്കാണ്ടി വന്നിരിക്കുക. എന്തല്ലാന്ന് കണ്ട, നമ്മളെ കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടിയിട്ട്. മൈൻഡ് ചെയ്യണ്ട, നമ്മളൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണേ. 6 വഴിന്ന് അങ്ങനെ കുറെ ആൾക്കാരില്ലേ. അയ്യോ, എൻ്റെ കസ്റ്റമർ. വാട്ട് മേക്സ് യു തിങ്ക് ഐ വാണ്ട് റബ്ബർ ടക്സ്? ഐ ഗസ് യു ക്യാൻ ഹാവ്. ഓ, സെൽ മീ നത്തിങ് ആ. $400 ആയില്ലല്ലോ ഇതുവരെ. ഒരു താറാവിനോട് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. നോക്കി നോക്കട്ടെ. ഞാൻ അപ്പുറത്തോട്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല, ഇവിടെ അപ്ഗ്രേഡ് ചെയ്തിട്ട്. ഇൻഷുറൻസ് ഫ്രോഡ് എന്താണ് അവൻ ചെയ്യുക? മാർക്കറ്റർ, മാസീവ് മണി. ആ അവൻ എന്ത് ചെയ്യും നോക്കട്ടെ. ഇത് റോക്സി അല്ലേ? ഇവനെല്ലാം ഇവിടെ ഇപ്പിനുണ്ടല്ലേ. ആ $7. സൂപ്പർ. അവൻ അവിടെ ഉടായിപ്പോയി. ഒരു 40ഉം 450ഉം ഇവിടെയും കാശാണല്ലേ. അല്ല, ഇവിടെ ഫുള്ളായാ? അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ മറന്നു കേട്ടാ. 24 ആയിട്ടുള്ളൂ. ഒത്തിരി നേരം എടുത്തിട്ടോ. 24 വിളക്കാൻ നോക്കാം. $125. സൂപ്പർ. 400. ഇതേ കിടക്കുന്നത് ആര്? ഡേയ്, എനിക്ക് പോടാ. ആ, എന്തിനാ എന്നെ കൊണ്ടുപോകണത്? അപ്പുറത്തുകൂടെ പോയിക്കൂടെ? ആ $40 ഉണ്ട് കയ്യിലിഞ്ഞ്. ഒരൊക്കെ സ്ലോ മോഷനിൽ നടന്നിട്ട് എന്നാ താനാണോ എന്തോ. താറാവ് വേണോ? താറാവ് വേണോ? ആ, എന്നാ താറാവ്. യു സോൾഡ് മീ റബ്ബർ ടക്സ്. 83. 610. ഓ, അവളെന്തോ കൂടിയ മെഷീനാട്ടോ അത്. ഇനി നമുക്ക് പണിക്കാരനെ നിർത്താം. ഇനി $100. ആ, $100 ഇപ്പം ഉണ്ടാക്കാം. നടി 113. അടുത്ത പണിക്കാരനും റെഡി. അടുത്ത് 150. സിമ്പിളാണ്. അവസാനത്തെ 2 പണി എനിക്കുള്ളതുള്ളൂ. കണ്ട, അവന്മാർ 1 എണ്ണം ചെയ്യണമെന്ന ടൈം കൊണ്ട് ഞാൻ 2 എണ്ണം ചെയ്യും. അയ്യോ, താറാവിനടുത്തല്ല. വിറ്റിട്ടരാം. 111. 150 വേണം. 150 ഉണ്ടല്ലേ? ഒരു താറാവല്ലേ ഇരിക്കുന്നത്? ആ, അപ്പോൾ നമ്മളെ പണി കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് ചേട്ടാ. ഇൻഷുറൻസ് ഫ്രോഡിനും കൂടി അങ്ങ് വാങ്ങിയല്ലേ. ഇതിനെത്ര? 200. ഇത് റീഫിൽ ചെയ്ത് കൊടുക്കാണ്ട് വണ്ടിയില്ല അവിടെ.
അവിടെ കണ്ട 0. ഇരുന്നൂറ് 200-നുള്ള താവുണ്ട്. എന്നാലും ഇരിക്കട്ടെ. കണ്ട അവിടെ സാധനമില്ല. റബ്ബറൊക്കെ തീർന്നുപോണ്. എന്നാ 168. 2 രൂപ ലാഭമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പണിയും തീർന്ന്. ഇനി അതും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ നിർത്താം അവിടെ വെച്ചിട്ട്. ബാക്കി നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതിന് അങ്ങോട്ടും കൊണ്ടുപോണ് അടുത്ത പാർട്ട് ഇറക്കാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം $400. ഇവിടെ എന്നെ കണ്ടുപടിയാടാ, ഓടിപ്പണി എടുക്കടാ. സ്ലോ മോഷനിൽ അടക്കാണ്ട് ഇവിടെ അതാ ഒരു ടയർ വെച്ചിരിക്കുന്നു. അവിടെ ഒന്നും ടയറേ ഇല്ല. 6 തറവായ. $400 ഇപ്പോൾ കിട്ടും. അപ്പോൾ അതിനാ കൊണ്ടുപോയി. 252 ആയുള്ളൂല്ലോ. പക്ഷേ നമുക്കെന്തായാലും 120 താറാവിന് വിറ്റ് കഴിഞ്ഞാൽ അവിടേക്കും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ചെയ്യണോ? അടുത്തതിൻ്റെ വില നോക്കിയേ. മാർക്കറ്റർ 150 രൂപ. അവനും കാശുണ്ടാക്കി തരുമോ? അടുത്ത മാർക്കറ്റർ ഇപ്പം എത്ര രൂപ വരും നോക്കട്ടെ. പെട്ടെന്നായിക്കോട്ടെ. 21 രൂപ. കുഴപ്പമില്ല. അടുത്തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന തോന്നുന്നു കേട്ടോ. ഇപ്പോൾ പട്ടിയിടാ. അപ്പോൾ നമ്മളെ പരിപാടി വരുന്നു. നമ്മളടുത്ത ഇൻഷുറൻസ് റോഡ് ഏജൻറ്റ് ഇവരെന്ത് ചെയ്യും? റോയിൻ റിവർ ആൻഡ് ഗെറ്റ് ഹിറ്റ് ബൈ എ ബോട്ട് ദെൻ റൺ ഇൻ ദ റിവർ ആൻഡ് ഗെറ്റ്. എവരി ഹിറ്റിന് 138 രൂപ വെച്ചിട്ട് തരുന്നത്. ബോട്ട് എവിടെ? മച്ചി ഇതിനെക്കാട്ടില് ചാവണല്ലേ. ഓരോ ഹിറ്റിനും $138 വെച്ചിട്ടല്ലേ. അടുത്ത ബോട്ട് എപ്പോൾ വരും? സ്റ്റിക്ക് കാർ ഫങ്ഷണൽ. വണ്ടിയൊക്കെ കിട്ടും. ടൈം എടുക്കുന്നു കേട്ടാ ബോട്ട് വരാൻ. പറ്റിച്ച് ബാക്കി കൂടെ പോയി ബോട്ട്. എവിടെ 138 എവിടെ? ആടാ അതൊന്നല്ലേ. എനിക്ക് കാശ് കിട്ടണമെങ്കിൽ ഞാൻ തന്നെ ചാവണം. കൊള്ളാം പരിപാടി. 540. നമുക്കൊരു ഇതിന് വിറ്റ് കഴിഞ്ഞാൽ ഒരു താറാവിനോട് വെക്കണമല്ലോ. ഐ ലവ് റബ്ബർ ഡക്കീസ്. വരുന്നുണ്ട്. ഒരു ഇടയല്ലേ വാങ്ങിക്കാം. അയ്യോ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നാ? പറഞ്ഞില്ലാരും. അങ്ങനെ ഞാൻ നേരത്തെ അവിടെ കിടന്ന് വെറുതെ കറങ്ങില്ലായിരുന്നല്ല. കിട്ടി ഒരു താറാവ്. വേണ്ട, ഓട്ടൊക്കെ ഇടിച്ച് ഇൻഷുറൻസ് ക്ലെയിം വേണം. മോശം പരിപാടി. മോശം വളരെ മോശം. ഇവിടെ എന്തുണ്ട്? കൂടി എന്തോ സാധനം കേട്ടോ അവിടെ. ചിപ്പി ഫ്രീ അത്ര എടുത്തേക്കാം. അയ്യേ ഇപ്പം എന്നെ പൂച്ചനെയാണ് ചിപ്പി എന്ന് വിളിച്ചിരുന്നത്. ഇത് കാശ് തരുന്നില്ല എന്ന്. കാശുണ്ടല്ലോ, ഇതും കൂടി വാങ്ങിയേക്കാം. അവൻ വെറുതെ കാശ് തരണല്ലേ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ കാശുണ്ടാക്കിയിട്ട് അടുത്ത വീഡിയോ ഇട്ട് വരാം. അല്ല വീഡിയോ വരാമെന്ന് ഉറപ്പില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ലൈക്ക് അടിക്കുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാലും അടുത്ത വീഡിയോ ചെയ്യാനൊരു ഇതുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ ടാറ്റാ.